S5 കമ്പ്യൂട്ടർ സയൻസിലെ ഇലക്റ്റീവ് സബ്ജക്റ്റാണ് CS361 സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ്. കോഴ്സ് സിലബസ് 1 to 6 മോഡ്യൂൾസ്. എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഫസ്റ്റ് 2 മോഡ്യൂൾസിൽ ന്യൂറൽ നെറ്റ്വർക്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. തേർഡ് ആൻഡ് ഫോർത്തിൽ ഫിസിയോളജിക്കാണ്, പ്രോബ്ലംസ് ഓഫ് ഫിസിയുടെ ഒക്കെ വരും. 5th 6th വരുമ്പോഴത്തേക്ക് ജനറ്റിക് അൽഗോരിതം ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണുള്ളത്. സബ്ജക്റ്റിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ. മെയിൻലി പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ് 2 ടൈപ്സ് ആണ്, ഹാർഡ് കമ്പ്യൂട്ടിങ്ങും സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങും. ഹാർഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിസൈസ് മോഡലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് അപ്രോക്സിമേറ്റ് മോഡൽസ് ആയിരിക്കും. ഹാർഡ് കമ്പ്യൂട്ടിങ്ങിൽ റിയൽ ടൈം കൺസ്ട്രെയിൻസ് കാണും. ഹാർഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസിൽ ക്രിട്ടിക്കൽ സിസ്റ്റംസ് ആയിരിക്കും. ആക്യുറസി ആൻഡ് പ്രിസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഔട്ട്കമ്മിലാണെങ്കിൽ കാൽക്കുലേഷൻസിലും ഹാർഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ആക്യുറസി ആൻഡ് പ്രിസിഷൻ. സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് റിയൽ ടൈം കൺസ്ട്രെയിൻസ് അല്ല, സോഫ്റ്റ് കൺസ്ട്രെയിൻസ് ഒക്കെ ആകാം. ക്രിട്ടിക്കൽ സിസ്റ്റംസ് അല്ല, റുട്ടീൻ ടാസ്ക് പെർഫോം ചെയ്യുന്ന സിസ്റ്റംസ് ഫോളോയിങ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ആണ്. നീഡ് ഓഫ് റോബസ്റ്റ്നെസ് റാദർ ദാൻ ആക്യുറസി. എയിം ഓഫ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് എന്ന് നമുക്ക് വേണേൽ പറയാം. അതായത് എക്സ്പ്ലോർ ദ ടോളറൻസ് ഓഫ് ഓൾ അപ്രോക്സിമേഷൻ, uncertainty, imprecision and partial truth in order to achieve close resemblance with human-like decision making. The guiding principle of soft computing അല്ലെങ്കിൽ aim of soft computing ആണ് ഈ പറഞ്ഞത്. റോൾ മോഡൽ ഫോർ സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ഹ്യൂമൻ മൈൻഡാണ്. സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ടേം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ആയത് 1994 by Professor Lofty Sadeh. Aims to emulate human brain as close as possible. സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഇൻ്റലിജൻറ്റ് മെഷീൻസിനെ ഡെവലപ്പ് ചെയ്യുകയാണ്. അതായത് റിയൽ വേൾഡ് പ്രോബ്ലംസിന് സൊല്യൂഷൻസ്. റിയൽ വേൾഡ് പ്രോബ്ലംസ് മീൻസ് മാത്തമാറ്റിക്കൽ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ടു ഡിഫിക്കൾട്ട് ആയിരിക്കും മാത്തമാറ്റിക്കലി ഒരു പ്രോബ്ലം സോൾവിങ് മോഡൽ. ഒരു റിയൽ വേൾഡ് പ്രോബ്ലം സോൾവിങ് മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ മാത്തമാറ്റിക്കലി ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലംസ്, ആ തരത്തിലുള്ള പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഇൻ്റലിജൻറ്റ് മെഷീൻസിനെ ഡെവലപ്പ് ചെയ്യുകയാണ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് വഴി. ദ ഗോൾ ഓഫ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ഈസ് ടു ഡെവലപ്പ് intelligent machines to provide solutions to real world problems which are not modeled or too difficult to model mathematically. Its aim is to explore the tolerance for approximation, uncertainty, imprecision and partial truth in order to achieve close resemblance with human-like decision making. Constituents of soft computing നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഫുൾ പഠിക്കുന്നത് ന്യൂറൽ നെറ്റ്വർക്ക്, ഫിസിയോളജിക്ക്, ജനറ്റിക് അൽഗോരിതംസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് 2 മോഡ്യൂൾ ന്യൂറൽ നെറ്റ്വർക്ക്സ്, 3rd 4th ഫിസിയോളജിക്ക് വരും. 5th 6th വരുമ്പോഴത്തേക്ക് ജനറ്റിക് അൽഗോരിതംസും നമ്മൾ പഠിക്കും. ഡെവലപ്മെൻറ്റ് ഹിസ്റ്ററിയാണ് കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. SCയുടെ പല ആപ്ലിക്കേഷൻസ് ആണ്. കൺട്രോളർ, ഹെവി ഇൻഡസ്ട്രി, ഹോം അപ്ലയൻസസ്, ഓട്ടോമൊബൈൽ, സ്പേസ് ക്രാഫ്റ്റ്സ്, എവിടെയൊക്കെയാണ് SC യൂസ് ചെയ്യുന്നത്? ബിസിനസ്സിൽ, ഫിനാൻസ്, റോബോട്ടിക്സ് ആൻഡ് അതർ, സ്റ്റാറ്റിസ്റ്റിക്സ്, സോഷ്യൽ സയൻസസ്, ബിഹേവിയറൽ സയൻസസ്, ബയോളജി, മെഡിസിൻ. മൊഡ്യൂൾ 1 സിലബസ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്, ബയോളജിക്കൽ ന്യൂറോൺസ്, ബേസിക് മോഡൽസ് ഓഫ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്, കണക്ഷൻസ്, ലേണിംഗ്, ആക്ടിവേഷൻ ഫങ്ഷൻസ്, ദെൻ MP ന്യൂറോൺ ആൻഡ് ഹെബ് നെറ്റ്വർക്ക്. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ കവർ ചെയ്യുന്നത്. ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്താണ്? ഇൻസ്പയർഡ് ബൈ ദി ഡിസൈൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ. ഇറ്റ് ഈസ് ആൻ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം ദാറ്റ് ഈസ് ഇൻസ്പയർഡ് ബൈ ദ ഡിസൈൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ ആൻഡ് ഹാവിംഗ് ദ എബിലിറ്റി ടു ലേൺ ഫ്രം എക്സാമ്പിൾസ്. Like human beings, they will learn from examples. Very flexible and powerful. No algorithm required for training and testing and all things. No algorithm required. Well suited for real world problems where ideal solutions are not there. Neural network, information processing system inspired by design and functioning of human brain, have the ability to learn from examples. Very flexible and powerful. No algorithms required. And last, well suited for real world problems where ideal solutions are not there.
ANN, that is Artificial Neural Network. Artificial Neural Network, ANN. ANN എന്ന് പറയുന്നത് ഇൻ്റർകണക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് ആണ്. അതായത് it will use mathematical or computational model for information processing. Information processing system ആണ് inspired by the biological nervous system. Interconnected group of artificial neurons ആണ് uses mathematical or computational model for information processing. ANN, like people, learn from examples. Artificial neural network is like people that they learn from examples, previous examples they have undergone. Configured for special applications such as pattern recognition, data classification through a learning process. Resembles in characteristics with biological neural network. Possess large number of highly interconnected processing elements called nodes or neurons. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിലെ പ്രോസസ്സിംഗ് യൂണിറ്റ്സിനെയാണ് നോഡ്സ് അഥവാ ന്യൂറോൺസ് എന്ന് വിളിക്കുന്നത്. Basic or simple structure of an artificial neural network is shown in this figure. Each neuron is connected to the other by a connection link. Okay, ഓരോ ന്യൂറോണും അടുത്ത ന്യൂറോൺ തമ്മിൽ ഇൻ്റർകണക്റ്റഡ് ആണ്. കണക്ട് ചെയ്തിരിക്കുന്നത് കണക്ഷൻ ലിങ്ക് യൂസ് ചെയ്തിട്ടാണ്. ഓരോ കണക്ഷൻ ലിങ്കിനും ഒരു വെയിറ്റ് കാണും. ആ വെയിറ്റ് എന്ന് മീൻസ് അതായത് ഇൻഫർമേഷനാണ്, ഇൻപുട്ട് സിഗ്നലിനെ പറ്റിയുള്ള ഇൻഫർമേഷനാണ് ഈ വെയിറ്റ് എന്ന് പറയുന്നത്. ഈ വെയിറ്റ് അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ടാണ് ന്യൂറൽ നെറ്റ്വർക്ക് പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഫിഗർ നോക്കുമ്പോൾ ക്യാപിറ്റൽ H1 H2 എന്ന് പറയുന്നതാണ് രണ്ട് ഇൻപുട്ട് ന്യൂറോൺസ്. ക്യാപിറ്റൽ Y എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട് ന്യൂറോൺ. സ്മോൾ ലെറ്റർ H1 H2 ആണ് ആക്ടിവേഷൻസ് ഓഫ് ഇൻപുട്ട് ന്യൂറോൺസ് അഥവാ ഇൻപുട്ട് സിഗ്നൽസ്. W1 W2 ആണ് വെയിറ്റ് എന്ന് പറയുന്നത്, ആ കണക്ഷൻ ലിങ്കിൻ്റെ വെയിറ്റ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റഡ് ആണ്. സ്മോൾ y ഈസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് YIN, നെറ്റ് ഇൻപുട്ടിൻ്റെ ഒരു ഫങ്ഷനാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി ആക്ടിവേഷൻ ഫങ്ഷൻ എന്താണെന്ന് തോന്നുന്നു. അപ്പോൾ ഓരോ ന്യൂറോണിനും ഒരു ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഉണ്ട്. ഇൻറ്റേർണൽ ആക്ടിവിറ്റി ലെവൽ അല്ലെ ആക്ടിവിറ്റി ലെവൽ ഓഫ് ന്യൂറോൺ, ആക്ടിവേഷൻ ഓഫ് ന്യൂറോൺ അങ്ങനെയൊക്കെ പറയും. അത് ഫങ്ഷൻ ഓഫ് ഇൻപുട്സ് ദ ന്യൂറോൺ റിസീവ്സ്. ഈ ആക്ടിവേഷൻ സിഗ്നൽ is transmitted to other neuron. Function applied over the net input is called activation function. നെറ്റ് ഇൻപുട്ട് ആണ് YIN കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ H1 W1 plus H2 W2 ഇൻപുട്ട് സിഗ്നൽ ഇൻറ്റു വെയിറ്റ്. Advantages of ANN: can derive meaning from complicated and imprecise data, can be thought of as an expert. Next one, adaptive learning, learn by itself, that is learning from examples, previous examples. Self-organization, creates its own representation of information. Real-time operation, parallel computation. Fault tolerance via redundant information coding. Applications of ANN: computer science, mathematics, physics, engineering, economics, philosophy, linguistics, neurobiology, cognitive psychology. Next is biological neural network. Human brain is an amazing power processor. അല്ലേ, ബേസിക് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ന്യൂറോൺ ആണ്. ഹ്യൂമൻ ബോഡിയിൽ റീജനറേറ്റ് ചെയ്യാത്ത ഒരു പാർട്ടാണ് ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ. ന്യൂറോൺസ് ആണ് നമുക്ക് ചിന്തിക്കാനും ഓർമ്മിക്കാനും ഒക്കെ നമുക്ക് കേപ്പബിൾ ആക്കുന്നത്. ന്യൂറൽ നെറ്റ്വർക്കാണ്. ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് 100 billions of neurons. Each neuron is connected to 2 lakh other neurons. Information is stored and transmitted through electrochemical paths created by biochemical reactions. നെർവസ് സിസ്റ്റത്തിൻ്റെ ഫിഗറാണ്, ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ബ്രെയിന്
സ്പൈനൽ കോഡ്, സെറിബെല്ലം. ഓക്കെ, സ്പൈനൽ കോഡ് താഴെ വരെ എത്തുന്നത് ആണ് ബയോളജിക്കൽ ന്യൂറോണിൻ്റെ ഒരു ഫിഗർ. ഇങ്ങനെയായിരിക്കും ബയോളജിക്കൽ ന്യൂറോൺ. നമ്മുടെ ബോഡിയിലുള്ള ഒരു ന്യൂറോൺ ഇങ്ങനെയായിരിക്കും. ന്യൂറോണിന് ഒരു സെൽ ബോഡി ഉണ്ട്, അഥവാ സോമ എന്ന് പറയും. അതിലൊരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനെ കവർ ചെയ്ത് വരുന്നതാണ് സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്നിട്ടുള്ള ഈ ചെറിയ ചെറിയ ഗ്രോത്ത്, പുറത്തേക്കുള്ള ഗ്രോത്തിനെയാണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഡെൻഡ്രൈറ്റ്സ് ആണ് റിസീവേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഒരു വാല് പോലെ എങ്ങനെയുണ്ട്, അതാണ് ആക്സോൺ എന്ന് പറയുന്നത്. കണ്ടക്റ്റിംഗ് ഫൈബറാണ്. ഈ ആക്സോണിനെ കവർ ചെയ്തൊരു പ്രൊട്ടക്റ്റീവ് ഷീറ്റാണ് മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. പിന്നെ ആക്സോണിൻ്റെ അറ്റത്തുമുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഫൈബേഴ്സ് പോലെ. അതിനെയാണ് ആക്സോണേറ്റ്സ് അല്ലെ ആക്സോൺ ടെർമിനൽസ് എന്ന് വിളിക്കുന്നത്. അതാണ് ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ന്യൂറോൺസ് എങ്ങനെയാണ് ഇൻ്റർകണക്റ്റഡ് ആണെന്ന് വെച്ചാൽ, ഒരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ്സും അടുത്ത ന്യൂറോണിൻ്റെ ആക്സോണേറ്റ്സും അഥവാ ആക്സോൺ ടെർമിനൽസും തമ്മിലാണ് കണക്റ്റഡ് ആവുന്നത്. അപ്പോൾ ട്രാൻസ്മിറ്റേഴ്സ് റിസീവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ആക്ടിവേഷൻ ഫംഗ്ഷന് അല്ലെ ബയോകെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടന്ന് പാസിങ് നടക്കുന്നത് അങ്ങനെയാണ്. ആക്സോണേറ്റ്സ് ആണ് അഥവാ ആക്സോൺ ടെർമിനൽസ് ആണ് ട്രാൻസ്മിറ്റേഴ്സ്, ഡെൻഡ്രൈറ്റ്സ് ആണ് റിസീവേഴ്സ്. ഇതാണ് ഒരു ബയോളജിക്കൽ ന്യൂറോൺ. ന്യൂറോണിൻ്റെ ഫിഗർ, പാർട്സ് എല്ലാം. സിംപ്ലിഫൈഡ് ഫിഗർ ഈ കാണുന്ന പോലെ ഒരു സെല്ല് വരയ്ക്കാൻ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. സെൽ ബോഡി അഥവാ സോമ, ഞാൻ പറഞ്ഞ കൂട്ട് ആക്സോണ്, ആക്സോണേറ്റ്സ്, ഡെൻഡ്രൈറ്റ്സ്. സോമ ഓർ സെൽ ബോഡി വേറെ സെൽ ന്യൂക്ലിയസ് ഇസ് ലൊക്കേറ്റഡ്. പിന്നെ ഡെൻഡ്രൈറ്റ്സ് ആണ് റിസീവേഴ്സ്, വേർ ദ നെർവ് ഇസ് കണക്റ്റഡ് ടു ദ സെൽ ബോഡി. ആക്സോൺ വിച്ച് ക്യാരീസ് ഇമ്പൾസ് ഓഫ് ദി ന്യൂറോൺസ്. ന്യൂറോൺ ഇമ്പൾസിനെയാണ് ആക്സോൺ ക്യാരി ചെയ്ത് ആക്സോണേറ്റ്സ് വഴി അടുത്ത ന്യൂറോണിലേക്ക് സെൻഡ് ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺ. ബയോളജിക്കൽ ന്യൂറൽ നെറ്റ്വർക്ക് അല്ല, ബയോളജിക്കൽ ന്യൂറോണിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫിഗറിലുണ്ട് മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺ. ഇൻപുട്ട്സ്, വെയ്റ്റ്സ്, ഔട്ട്പുട്ട് പോകുന്നു. ഇനി ടെർമിനോളജി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബയോളജിക്കൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ്. ബയോളജിക്കൽ ന്യൂറോണിൽ സെൽ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ന്യൂറോണിൻ്റെ ന്യൂറോൺ. ബയോളജിക്കൽ ന്യൂറോണിലെ ഡെൻഡ്രൈറ്റ്സ് അതായത് റിസീവേഴ്സ് ആണ്. ആർട്ടിഫിഷ്യൽ ന്യൂറോൺസിലെ വെയ്റ്റ്സ് ഓർ ഇൻ്റർ കണക്ഷൻസ്, വെയ്റ്റ്സ്. അടുത്തത് ബയോളജിക്കൽ ന്യൂറോൺ സോമ, that is the net input in artificial neuron. Next in axon, that is the output. Biological neuron and model of a neuron. കമ്പയർ ചെയ്ത് നോക്കുക. ന്യൂക്ലിയസ് ഇരിക്കുന്ന പോലെ സോമ സെൽ ബോഡി പോലെ ഔട്ട്പുട്ട് ഉണ്ട്. ഇനി ബ്രെയിൻ വേഴ്സസ് കമ്പ്യൂട്ടർ, കമ്പാരിസൺ ബിറ്റ്വീൻ ബയോളജിക്കൽ ന്യൂറോൺ ആൻഡ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺ. ജസ്റ്റ് ഒന്ന് നോക്കുക. കുറേ ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ in ANN is of nanoseconds, whereas in biological neurons it is of few milliseconds. Hence artificial neuron modeled using a computer is more faster. Processing, basically the biological neuron can perform massive parallel operations simultaneously. The artificial neuron can perform several parallel operations simultaneously, but in general the artificial neuron network process is faster than that of brain. The size and complexity. Total number of neurons millions ആണ്, interconnections billions ആണ്. Hence it can be noted that the complexity of brain is comparatively higher. The size and complexity of biological neuron is more than that of an artificial neuron. Storage capacity or memory. Biological neuron stores the information in its interconnections or in synapse strength, but in an artificial neuron it is stored in its continuous memory locations. Okay, biological neuron
ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന സിനാപ്സ് എന്ന് പറഞ്ഞിട്ട് സ്പേസ് ഉണ്ട്. ഇത് ഡെൻഡ്രൈറ്റ്സിനും ആക്സോണൈറ്റ്സിനും ഇടയിലുള്ള സിനാപ്റ്റിക് നോബ് സിനാപ്സിലാണ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. അതേസമയം ആർട്ടിഫിഷ്യൽ ന്യൂറോൺ നെറ്റ്വർക്കിൽ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിലാണ് നമ്മൾ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. Continuous loading of new information may sometimes overload the memory locations. As a result, some of the addresses containing older memory locations may be destroyed. But in case of brain, new information can be added in the interconnections by adjusting the strength without destroying the older information. A disadvantage related to brain is that sometimes its memory may fail to recollect the stored information, whereas in an artificial neuron, once the information is stored in its memory locations, it can be retrieved. The adaptability is more towards an artificial neuron. Next is tolerance. The biological neuron possesses fault tolerant capability, whereas the artificial neuron has no fault tolerance. Next is control mechanism in an artificial neuron modeled using a computer. There is a control unit present in central processing unit which can transfer and control precise scalar values from unit to unit, but there is no such control unit for monitoring in brain. Next is ANN characteristics. It is neutrally implemented mathematical model. There exists a large number of interconnected processing elements called neurons. The interconnections with their weighted linkages hold the informative knowledge. The input signals arrive at the processing element through connections and connecting veins. The processing element of an ANN have the ability to learn, recall and generalize from the given data by suitable assignment or adjustment of weights. The computational power can be demonstrated only by the collective behavior of neurons, and it should be noted that no single neuron carries specific information. The above mentioned characteristics makes the ANNs as connectionist models, parallel distributed processing models, self-organizing systems, neurocomputing systems, and neuromorphic systems.